ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നോടെ നോക്കാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പാർട്ട്നേഴ്സ് ഓൺലൈൻ ക്രൈം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ധ്യാൻ ശ്രീനിവാസന്റെ എല്ലാ പടങ്ങളും അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ട് എനിക്ക് ട്രെയിലർ കണ്ടാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന സിനിമയ്ക്ക് മാത്രം പോകുന്ന ഒരാളാണ് ഞാൻ ധ്യാൻ ശ്രീനിവാസന്റെ കേസിൽ. സോ അങ്ങനെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഇത്തിരി ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്ന് തോന്നിച്ച ഒരു ട്രെയിലർ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് പോയത്. അതിന് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൽ കലാഭവൻ ഷാജോന്റെ ഒരു 1-2 ഡയലോഗുകൾ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ നവീൻ ജോൺ എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇര എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സിനിമ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ആവറേജിന് മുകളിൽ ഇഷ്ടമുള്ള ഒരു സിനിമ കൂടിയാണ്. ആ ഒരു പ്രതീക്ഷയോട് കൂടിയൊക്കെയാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കയറാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ കൂടിയാണെന്നാണ് അവർ പറയുന്നത്. കാസർഗോഡ് നടക്കുന്ന ആ ഒരു ഏരിയയിൽ വെച്ച് നടക്കുന്ന ഒരു കുഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടി ബാങ്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രൈമാണ്. ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഒരു 5-6 പേര് ഒരു പുതിയ ബാങ്കിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ കുഗ്രാമത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ബാങ്കാണ് ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. സോ അതിനുശേഷം ആ ഒരു നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു, ആ ഒരു ബാങ്കിന് എന്ത് സംഭവിക്കുന്നു, ആ ഒരു വർക്കേഴ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നതൊക്കെ. അതിനിടയിലേക്ക് അതായത് അത്യാവശ്യം നല്ലൊരു ത്രെഡായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആയേക്കുമായിരുന്ന ഒരു ത്രെഡായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളൊരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ആകെ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ബുക്ക് മൈ ഷോയിൽ എല്ലാത്തിലും കാണിച്ചു വെക്കുക. അപ്പോൾ എന്തായാലും എവിടെയും സമയം കളയാൻ വേണ്ടിയിട്ട് ഒരു സാധനങ്ങൾ കുത്തിക്കയറ്റാനുള്ള സമയമൊന്നും ഇവർക്ക് ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കയറിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഒരു 35 മിനിറ്റ് എന്ന് പറയുന്നത്, അതായത് ആകെ 2 മണിക്കൂറുള്ള, അതിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അതിൽ ആദ്യത്തെ 35 മിനിറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു കഥയിലേക്ക് കടക്കാൻ വേണ്ടി മാത്രം ഇവർ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 1.5 മണിക്കൂർ കൊണ്ട് ഇവർ കഥ പറഞ്ഞ് ഫിനിഷ് ചെയ്ത് പോകുന്നുണ്ട്. സോ അതൊരു മേജർ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇമോഷണൽ ആ ഒരു അറ്റാച്ച്മെന്റ് വരേണ്ട സ്ഥാനത്തൊന്നും എനിക്ക് യാതൊരുവിധ അറ്റാച്ച്മെന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് വളരെ കുറഞ്ഞു പോയതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ധ്യാൻ ശ്രീനിവാസന്റെ പടമല്ല, ഇതിലുള്ള ആ ഒരു ക്രൂവിന്റെ മൊത്തം പടമാണ്. അതായത് ധ്യാൻ ശ്രീനിവാസന്റെ ഒപ്പം ഒരു 4-5 പേരും കൂടി ഉണ്ട്, അവരുടെയൊക്കെ മൊത്തം പടമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. സംഭവം ശരിയാണ്. ഇന്റർവെല്ലിൽ വരേക്കും അതുപോലെയൊക്കെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്റർവെല്ലിന് ശേഷം ധ്യാനൊരു ഹീറോയിസം പരിപാടി കുറച്ച് കൂടുതൽ കൊടുക്കുന്ന പോലെയൊക്കെ എനിക്ക് പല ദിക്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കൺവിൻസ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ലോജിക്കിനൊക്കെ കാറ്റിൽ പറത്തി കളയുന്ന രീതിക്കൊക്കെ ഉള്ള കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംഭവം അടിപൊളിയൊക്കെയാണ്, ഞാൻ ഇല്ല എന്നും പറയുന്നില്ല. നമ്മൾ ഭയങ്കര രീതിയിൽ ഇംഗ്ലീഷ് പടങ്ങളും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ ഒരു നോർമൽ സിറ്റുവേഷനിൽ ആ ഒരു സാധനം വരുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ ആലോചിക്കും. ഇതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു ഫീല് വരേണ്ടതാണല്ലോ എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ നമ്മൾ ആലോചിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവം നൈസ് ട്വിസ്റ്റൊക്കെയാണ്. ഇപ്പം ഈ ലോജിക്കൊക്കെ നോക്കി കാണുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ എന്തായാലും പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെയുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് കലാഭവൻ ഷാജോണ്ടാണ്. കലാഭവൻ ഷാജോണ്ട് ആ ഒരു എന്താ പറയുക, നോർമലായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സർട്ടിലായിട്ടുള്ള ആ ഒരു അഭിനയം, ആ ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ എന്ന് അങ്ങനെ എന്തോ ആണ് ആളുടെ പൊസിഷൻ്റെ പേര്, അത് വളരെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആള്. പിന്നെ ഈ കഥ പറയാനെടുത്തിട്ടുള്ള കാലഘട്ടം അവരൊരു യെല്ലോയിഷ് കളർ ഗ്രേഡിങ്ങിൽ കൂടെയൊക്കെയാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന സാധനങ്ങളൊക്കെയാണ്, പക്ഷെ കാലഘട്ടം അതായതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെ ഓൾറെഡി ഇതൊരു നടന്നൊരു ഇവന്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്, അപ്പൊ അതിനെന്തായാലും മാറ്റാനൊന്നും പറ്റില്ല. പിന്നെ ഒരു മോശം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാതെ കുത്തിക്കയറ്റിയിട്ടുള്ള കുറെ റൊമാൻറ്റിക് ട്രാക്കുകളുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതൊക്കെ നമ്മളെ ഒരുപാട് എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു എന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 3-4 പാട്ടുകൾ വരുന്നുണ്ട്, ഓർമ്മിക്കത്തക്ക രീതിക്കുള്ളൊരു സംഭവങ്ങളൊന്നും ആ പാട്ടിനകത്തോ അല്ലെങ്കിൽ ബാക്കിയൊന്നുമില്ല. പക്ഷേ സ്കോറിങ് നല്ല രസമായിട്ടുണ്ട്. പ്രധാന സ്ഥലങ്ങളിലുള്ള സ്കോറിങ് കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുന്ന പല സ്ഥലത്തും സോങ്ങുകൾ, ഇത് റൊമാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ചതിക്കാനാവില്ല, എന്ത് തേങ്ങയ്ക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായും കൂടിയില്ല. അതുകൊണ്ടൊക്കെ ഒരു ഇമോഷണൽ ടച്ച് എനിക്ക് എവിടെയും കിട്ടിയില്ല. അതിൽ ഞാൻ കുറച്ചെങ്കിലും എന്താ പറയുക ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ച ആ ഒരു പോർഷൻ, അത് നല്ല രസമായി എന്ന് പറഞ്ഞാൽ അതും ഒരു ആവറേജ് ആണ്, കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു പോർഷൻ.
പിന്നെ ഹരീഷ് പേരടിയുടെ ഒരു ചെറിയൊരു ഡോൺ ലൈക്ക് പോർഷൻ, അതും കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെ ഫീലാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഉണ്ടായിട്ടുള്ളൂ. സോ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ലോജിക്കൊക്കെ കാറ്റിൽ പറത്തി വിട്ടുകൊണ്ട് പടം കാണാൻ പോവുക. സോ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അഭിപ്രായം എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എന്തായാലും ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായത്തിലേക്ക് എത്തുക. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.